السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 348. ചിത്രത്തിലെ പെണ്ണിനെ ദർശിക്കാമോ? അന്യസ്ത്രീയെ കണ്ണാടിയിലൂടെ കാണാമോ? സ്ക്രീനിൽ തെളിയുന്ന പെണ്ണിനെ കാണുന്നതിൻ്റെ വിധി എന്താണ്? മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നത് കാണും. ഖറജ മിസാലുഹ ഫലാ യഹ്റുമു നദറുഹു ഫി നഹ്ബി മിർആത്തിൻ കമാ അഫ്താ ബിഹി ഗൈറു വാഹിദ്. കണ്ണാടിയിലൂടെ പെണ്ണിനെ ദർശിക്കുന്നത് ഹറാമില്ല, സ്ക്രീനിലൂടെ ദർശിക്കുന്നത് ഹറാമില്ല. ചിത്രത്തിൽ കാണുന്നത് അല്ലെങ്കിൽ പെണ്ണിൻ്റെ ചിത്രം കാണുന്നത് ഹറാമില്ല, അനുവദനീയമാണ്. പക്ഷേ ഇതെല്ലാം അനുവദനീയമാണ് എന്നു പറഞ്ഞത് നിരുപാധികമല്ല. ومحل ذلك كما هو ظاهر حيث لم يخشى فتنة ولا شهوة. ഇങ്ങനെ ചിത്രത്തിലൂടെ പെണ്ണിനെ കാണുന്നത് മൂലം, അതല്ലെങ്കിൽ സ്ക്രീനിൽ തെളിയുന്ന പെണ്ണിൻ്റെ ചിത്രം ദർശിക്കുന്നത് മൂലം, അതല്ലെങ്കിൽ കണ്ണാടിയിലൂടെ ഗ്ലാസ്സിലൂടെ പെണ്ണിനെ കാണുന്നതു മൂലം ഫിത്ന ഭയപ്പെടുന്നില്ലെങ്കിലാണ്. അപ്രകാരം തന്നെ ആ കാഴ്ചയിൽ ഒരു താല്പര്യം, ഒരു ആഗ്രഹം, ഒരു വികാരം, ആസ്വാദനം ഉണ്ടാവാതിരിക്കുമ്പോഴും ആണ്. അപ്പോൾ പിന്നെ പ്രത്യേകമായ താല്പര്യത്തോടുകൂടെ ആസ്വദിച്ചുകൊണ്ട് പെണ്ണിൻ്റെ ചിത്രം കാണുന്നത് അത് ഹറാമാണ്. സ്ക്രീനിൽ തെളിയുന്ന പെണ്ണിൻ്റെ രൂപം ആ മനോഭാവത്തോടു കൂടെ ദർശിക്കുന്നത് ഹറാമാണ്. കണ്ണാടിയിലൂടെയും ഗ്ലാസ്സിലൂടെയുമൊക്കെ സ്ത്രീയെ ശഹ്വത്തോടു കൂടെ നോക്കിക്കാണുന്നത് ഹറാമാണ്. അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ലാതെ കേവലം ഒരു പെണ്ണിൻ്റെ രൂപം ദർശിക്കുന്നത് കൊണ്ട് ഹറാമ് വരുന്നില്ല എന്നു മാത്രം. അപ്പോൾ പിന്നെ ഏതോ അന്യ സ്ത്രീകളുടെ ഫോട്ടോ പ്രത്യേക താല്പര്യത്തോടു കൂടെ പേഴ്സിൽ കൊണ്ടു നടക്കുന്നത്, അതല്ലെങ്കിൽ തൻ്റെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജിൽ സൂക്ഷിക്കുന്നത്, പ്രത്യേകമായ താല്പര്യത്തോടു കൂടെ സ്ക്രീനിൽ തെളിയുന്ന പെണ്ണിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ കടുത്ത ഹറാമ് തന്നെയാണ്. ആകയാൽ ഹറാമുകളോട് പൂർണ്ണമായി രാജി പറയുക. വിശിഷ്യ ഇത്തരം വിഷയങ്ങളിൽ ഹറാമിനെ പാടെ ഉപേക്ഷിക്കുക. ചിത്രത്തിലൂടെ യഥാർത്ഥ പെണ്ണിലേക്ക് നടന്നെത്താൻ അധികം ദൂരം വേണ്ടി വരില്ല. സ്ക്രീനിൽ തെളിയുന്ന പെണ്ണിൻ്റെ രൂപമാണെങ്കിലും പിന്നീട് ഉടലോടുകൂടെയുള്ള പെണ്ണിനെ സമീപിക്കാൻ അത് കാരണമായി തീരും. ആകയാൽ അത്തരം കാഴ്ചകൾ, അനുവദനീയമല്ലാത്ത കാഴ്ചകൾ, അത്
യഥാർത്ഥ പെണ്ണിനെ അല്ലെങ്കിലും പെണ്ണിൻ്റെ രൂപം കാണുന്നത് പോലും നാം ഒഴിവാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി